എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഏക ഇലാഹ അല്ലാഹയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ രൂപങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ വിഷുക്കണി ചെയ്യുന്നത്. എന്തോ കൈയുണ്ട്. പക്ഷെ ഇത് ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വിഷുക്കണി നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അതുകൊണ്ട് നമ്മൾ ആഘോഷം വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് കൊണ്ടാണ് അത്രേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. അതിന്റെ ഇടയിൽ ആ ഒരു പൊട്ടൻ ബാക്കിൽ എന്ന് ചിരിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? കുറച്ച് മുമ്പ് പറഞ്ഞതാ. ഞാൻ മുസ്ലിം ആയി ജനിച്ച വ്യക്തിയാണ്. മരിച്ചു കഴിഞ്ഞാലും ഈ കളിയൊക്കെ ഒരു കളിയായിട്ട് മാത്രമേ എന്റെ ലൈഫ് എന്റെ ഉപജീവന മാർഗമായിട്ട് ഞാൻ കാണുള്ളൂ. അതിനപ്പുറത്തേക്ക് നാളെ മരിച്ചു പോകുമ്പോൾ ഷഹാദത്ത് കൽമ ചൊല്ലിയിട്ട് നല്ല രീതിയിൽ മരിച്ചു പോകാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചുകൊണ്ടോ അവിടുന്ന് ആ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒന്നും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അനുകരിക്കരുത്, മറ്റു മതങ്ങളെ അനുകരിക്കുന്നത് ശരിയല്ല എന്നാണ്. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത്. പക്ഷെ മറ്റുള്ള മതങ്ങളെ അവഹേളിക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊരു തമാശ, ഒരു രസത്തിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രം ചെയ്താൽ പോലെ. എന്തിനാ ജനങ്ങളെ കാണിക്കുന്നത്? നല്ല വെള്ളരിയാണ് ഇത്. മഹാവിഷ്ണുവിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വാൽക്കണ്ണാടി ഒരു ദേവിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സമയത്താണ് വെള്ളരിക്കയെ മഹാവിഷ്ണുവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കാണുന്നു. അതുകൂടാതെ തന്നെ കണ്ണാടിയെ ഏതോ ഒരു ദൈവമായിട്ട് അവർ കാണുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ട് മതത്തെയും ഒരേപോലെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഞാൻ ആശിനെ എണീപ്പിച്ചിട്ട് കാണിക്കണം. ഞാൻ അവിടെ എല്ലാം തിരിയും കാര്യങ്ങളൊക്കെ കൊളത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്നേഹത്തിൽ പങ്കുചേരുന്നതിന് ഒരു കുഴപ്പമുള്ളതല്ല. പക്ഷെ അതിനെ അനുകരിച്ചിട്ട് അപമാനിക്കുന്നത് ശരിയാണോ? അല്ല അല്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്റെ പൊന്നെ, പ്രഹസനം അങ്ങേയറ്റം. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട് സങ്കല്പാണ് എന്നുള്ളതാണ്. പക്ഷെ എന്താ ഞാൻ പറയാ, ഇവരെന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്നത് സ്വന്തം ലൈഫിനെ? മറ്റുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഹിന്ദുക്കൾക്കും ദേഷ്യം പിടിക്കുന്നുണ്ടാവും, മുസ്ലിങ്ങൾക്കും ദേഷ്യം പിടിക്കുന്നുണ്ടാവും.